നമസ്കാരം, അസ്സലാമു അലൈക്കും. എൻ്റെ പ്രധാനമന്ത്രിക്ക് സുരേഷ് ഗോപി സാറിന്. അപ്പോൾ ഇന്ന് 5 ജൂലൈ 2025. അപ്പോൾ ഇന്ന് വരുന്നത് നമ്മുടെ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ 6-ാം വാർഡിലെ മെമ്പർ റാസിയോട് ചെറിയൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. പിന്നെ ലീഗുകാർ പല തവണ എൻ്റെ വീട് അടിച്ചു പൊളിക്കാൻ നാശം ചെയ്തതുമാണ്. അപ്പോൾ ഇപ്പം എന്താ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ വരാത്തതെന്നാണ്. നീയല്ലേ നോലമ്പ് കഴിഞ്ഞ നോലമ്പ് 14-ന് മുസ്ലിങ്ങളൊക്കെ നോലമ്പ് 14-ന് വലിയ ആദരവാണ് ഉണ്ടാക്കുന്നത്. നീ അത് അക്രമത്തിന് ഉപയോഗിച്ചിരുന്നത് നിനക്കറിയില്ലേ? എന്താ ഇപ്പം നിൻ്റെ ആളുകൾ എന്താ ഇറങ്ങി വന്നിട്ട് ഇത് ചെയ്യാത്തത്? ചെയ്യണടാ, നേരിട്ട് പറഞ്ഞിട്ട് ഇറങ്ങി വരണം. മോനെ റാസിയെ, നിൻ്റെ എല്ലാ കള്ളത്തരവും ലെവലാക്കും. ഇത് പ്രസംഗം കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. മുസ്ലിം ലീഗ്, CPM ഇവർ തീവ്രവാദികളാണ്. മുഴുവൻ തീവ്രവാദികളാണ്. ഇതിലൊന്നും സത്യമില്ല. ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ ആരും അണിനിരക്കരുത്. നിങ്ങളുടെ ഒരു കാര്യവും ഇവർ പരിഗണിക്കില്ല. കാരണം 6 തവണ ഇവനക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്താൽ എൻ്റെ കുടുംബത്തിൻ്റെ വോട്ട് മാത്രമല്ല, അല്ലാത്ത ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ അറിയാലോ, BJPക്ക് പിന്നെ അവരെ പെട്ടിയിൽ 1.5 കോടി വോട്ടുകൾ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? പല സ്ഥലത്തുനിന്നും പല ഇനത്തിലും. ഇതിൻ്റെ ഒരൊറ്റ വാക്കിലാണത്. അപ്പോൾ ഇതിങ്ങനെ മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി. മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ലേ, നമ്മളെ മരിച്ച ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന് ഞാൻ വെച്ചു കൊടുത്തുള്ള. അതേമാതിരി VS അച്യുതാനന്ദൻ. ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ഭാഗം ഉപയോഗിക്കാറില്ല. എനിക്ക് മറ്റുള്ളവരെ അശ്ലീലപ്പെടുത്തുന്ന പണിയുമില്ല. അതുകൊണ്ട് നല്ലവരായ നിങ്ങളാണെങ്കിൽ പോലും നല്ല ചുറ്റുപാടിലുണ്ടായി. 2 ദിവസം മുമ്പേ, ഇന്ന് 5 ജൂലൈ, 2 ദിവസം മുമ്പേ എന്ന് പറഞ്ഞാൽ ഏതാ ദിവസം നിങ്ങൾക്കറിയാമല്ലോ. ഗൾഫിൽ നിന്ന് ഒരു മലയാളി ഇൻഷുറൻസ് കൂടിയിട്ട് ആ ജോലി കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഈ ഇൻഷുറിൽ അടച്ച പൈസ വാങ്ങി എന്ന് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഓൺലൈനിൽ തട്ടിപ്പും ഇൻഷുറിൽ നിങ്ങൾ അടക്കുന്ന മുഴുവൻ തട്ടിപ്പും ഈ റാസിയെ പോലുള്ള KP വാപ്പുട്ടിയെ പോലെ ഉള്ളവരാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഉള്ളിൽ കൂടെ ഇവർ പകൽ മാന്യന്മാരാവും, ഇവർ കോടീശ്വരന്മാർ, നിങ്ങൾ ഊമ്പന്മാരും. അതുപോലെ തന്നെയാണ് ഉദ്യോഗസ്ഥന്മാരും. അവർ ബുദ്ധിമാന്മാർ, അവർ സർക്കാർ പെൻഷനുള്ളവർ, നിങ്ങൾ ഊമ്പന്മാർ. എന്ന് വെച്ചാൽ നിങ്ങൾ കൃഷിപ്പണി എടുത്തതും പട്ടിണി കടന്നതും നിങ്ങളെ കുടുംബത്തിനെ തീറ്റിപ്പറ്റിയതും ഊമ്പാനായിരുന്നു എന്ന് സാരം. ഇതൊക്കെ ഞാനല്ല പറയുന്നത്. റാസിയുടെ പിന്നെ ഈ കഴിഞ്ഞ നോലമ്പ് 14-ന് രാത്രി 12 മണിക്ക് എന്നോട് പറഞ്ഞ വോയിസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. വളരെ ഭംഗിയായിട്ട് മനസ്സിലാവും. ഞാൻ പറയണ്ട, നിങ്ങളെ നേരിട്ട് നോക്കിയാൽ മതി. പക്ഷേ ഇത് സൈബർ സെല്ലിലെ ഒരു ആൺകുട്ടി ഇതുവരെ എടുത്ത് പുറത്ത് കിട്ടില്ല. ഇടാൻ ധൈര്യം അവർക്കില്ല. അവർക്ക് മഹാപാവം പിടിച്ച ആരെങ്കിലും ചുറ്റുപാടുണ്ടെങ്കിൽ അവരെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ അക്രമികൾക്ക് നേരെ നട്ടലുള്ള ഏതെങ്കിലും നായിൻ്റെ മോൻ പോലീസുകാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ. നട്ടലുള്ള നായിൻ്റെ മോൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് നിങ്ങൾ സൈബർ സെല്ലിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരൊന്ന് കാണുക. എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് അത് അശ്ലീലം പകർത്തിയിട്ട് തകരാറുണ്ടാക്കിയത് അത് എൻ്റെ ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ച് ഇവർ തകരാറ് ചെയ്തിരുന്നു. അത് ശരിയാണ്. മനസ്സിലായില്ല? എനിക്കറിയില്ല അതിങ്ങനെ പുലിവാലി വരുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടുത്തെ ലീഗുകാർ കൊലപാതകവും ബോംബ് സ്ഫോടനങ്ങളും മുഴുവൻ ലീഗുകാർക്ക് പങ്കുണ്ട്. ഇവിടെ മയക്കുമരുന്നിൻ്റെ ഹോൾസെയിൽ കേന്ദ്രങ്ങളാണ് ജുമായത്ത് പള്ളികൾ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഒരാൾക്കും മരുന്ന് തരില്ല. ഇവരെന്തോ ഒരു സംഭവമാണെന്ന് പറ്റിക്കുന്ന മരുന്ന് സംവിധാനം ഒരു മരുന്നും കണ്ടുപിടിക്കാത്ത ഡോക്ടർമാരും അതിൻ്റെ നടത്തിപ്പുകാരാണ് ഉള്ളത്. ഞാനിവരോട് വെല്ലുവിളിച്ചൊരു ചെറിയൊരു കാര്യം പറയാം. ഇവിടെ നട്ടെല്ലാം പറഞ്ഞിട്ട് 70-80 കൊല്ലമായിട്ട് ആളുകൾ, 90 കൊല്ലം 70 കൊല്ലം 80 ഓർമ്മ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. എന്താ ഇവരൊന്നും കൊണ്ടുവരാത്ത? നിങ്ങളെ വിദ്യാഭ്യാസത്തിന് പറ്റില്ലേ? ഞാൻ കൊണ്ടുവരാം. ഞാൻ ചത്തവനെ പറപ്പിക്കും ഞാൻ. 48 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ തൊട്ടിട്ട് ഞാൻ കൈകാര്യം ചെയ്തേക്കാം. അതിൻ്റെ ചിലവുള്ള പൈസയൊക്കെ വേണ്ടി വരും, അല്ലാതെ ഞാൻ തൊടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ 48 മണിക്കൂർ നേരം കൊണ്ട് ഇവനെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. ഞാൻ പല സ്ഥലങ്ങളിൽ തെളിയിച്ചാ. കാരണം ചത്തു എന്ന് പറഞ്ഞ് കുഴിച്ചിരാൻ കൊണ്ടുപോയാൽ 24 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ നാദാപുരം ജാതേരി അങ്ങാടിയിലേക്ക് നടന്ന് ഇറങ്ങിയിട്ട് വന്നു. അതും ഒറ്റയ്ക്ക് നല്ല ആരോഗ്യത്തോടു കൂടെ. ഞാൻ ഡോക്ടർ മുഹമ്മദ് IPS ആണ്. നിങ്ങൾ പഠിച്ച കോളേജിലല്ല ഞാൻ പഠിച്ചത്, എൻ്റെ കോളേജ് വേറെ. അതുകൊണ്ട് മോനെ റാസിയെ, ഈ രാത്രി 12 മണിക്കൊന്നും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പറ്റില്ല. പകൽ നേരിട്ട് വാ. നിനക്ക് നട്ടലുണ്ടെങ്കിൽ നീ പറഞ്ഞ് സമയം നിശ്ചയിച്ചിട്ട് നേരിട്ട് വാ.
അതാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? നിൻ്റെ പോലെ ഒരുപാട് ആളുകൾ ഇവിടെ നാശം ചെയ്യാൻ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് ലോകത്തോട് പറയാനേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇൻഷുറൻസിലെ കൂടുമ്പോൾ ആലോചിക്കണം, ഇതിൻ്റെ കൊള്ള ഫുള്ളായിട്ട് ലീഗുകാരും CPM-കാരും ചെയ്യണത്. KS നാരായണൻ്റെ മകനൊക്കെ അതിൻ്റെ ഒരു കണ്ണിയാണ് എന്ന് നിങ്ങൾ കണക്കൂട്ടണം. ഇവർ മാത്രമല്ല, ഇതിൽ വലിയ ശങ്കലുണ്ട് ഈ സാധനത്തിൽ. അത് ആർക്കൊക്കെ പോകണം എന്നുള്ളതൊന്നും എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം തിരഞ്ഞെടുത്താൽ നിങ്ങൾ ശരിക്കും കാണാൻ സാധിക്കും. ഒരു കാര്യം, എന്ത് കുറ്റം ചെയ്താലും ഏതൊക്കെ തരം തകരാറാണെങ്കിലും അതിലൊരൊറ്റ ലീഗുകാരനും CPM-കാരനും കുറ്റക്കാരനല്ല, കോൺഗ്രസ്സുകാരനും കുറ്റക്കാരനാവില്ല. പിന്നെ ആരാധന ചെയ്യുക? BJP. ഇപ്പോൾ ജനങ്ങളുടെ അടുത്ത് 1000 കോടി ഉറുപ്പ്യ പിരിച്ചെടുത്തിട്ട് ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ആ പൈസ ഫുള്ളായിട്ട് ആർക്കാണ് നിങ്ങൾ കൊടുത്ത്? ഇപ്പം അത് BJP അല്ലേ ചെയ്തത്? BJP ചെയ്യണ്. അതുപോലെ വയനാട് ദുരന്തത്തിൽ പിന്നെ അവിടുന്ന് ജയിച്ച MP ആരാ? രാഹുൽ ഗാന്ധിയാണ്. പക്ഷെ അവിടെ ചെയ്യേണ്ടതാരാ? പ്രധാനമന്ത്രിയാണ്. നിങ്ങളിന്ന് ആലോചിച്ച് നോക്കണം. അവിടെ ജയിച്ച ആളുകൾക്ക് ഇവർക്ക് യാതൊരു കഴിവില്ല എന്നാണ് അവർ പറയണത്. ഇവിടെ നീലകണ്ഠൻ MP ഉണ്ട്. നീലകണ്ഠൻ. ഈ കണ്ടനെ കൊണ്ട് എന്തെങ്കിലും ഒരു കണ്ടം ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടോ? പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അയാളുടെ പേരിലൊന്നല്ല ഞാൻ നോക്കുന്നത്, അയാളുടെ വ്യക്തിത്വത്തിലുമല്ല. നാട്ടുകാരുടെ വോട്ട് വാങ്ങിയാൽ നാട്ടുകാരെ എവിടെയെങ്കിലും ഏരിയകളിൽ തൊഴിൽ സ്ഥാപനം ഇടണേ നിങ്ങൾ പറയും. ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കൊണ്ടുവരാൻ ഇവർക്ക് എന്താ വട്ടുണ്ടോ? ഈ വെറുതെ ഇരുന്നിട്ട് ശമ്പളം കൊടുക്കാൻ ഇവർക്ക് വട്ടുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശരിക്കും വട്ടല്ലേ? ഞാനിപ്പോൾ പറഞ്ഞതെന്താ മനസ്സിലായി? എവിടെ അക്രമം ചെയ്താലും എവിടെ എന്ത് താറാണ്. ഇപ്പം മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികൾ, മലപ്പുറം ജില്ല മാത്രമല്ല കേട്ടോ, കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല, പട്ടാമ്പി ജില്ലയിൽ നിന്നൊക്കെ പോയിട്ട് പെൺകുട്ടികളെ കൊച്ചിയിലേക്കും അതുപോലെ തന്നെ കോയമ്പത്തൂരിലേക്കും അതുപോലെ തന്നെ ഇതര സ്ഥലങ്ങളിൽ ഒക്കെ പഠിപ്പിക്കാൻ പോകണം. എന്താ പഠിപ്പിക്കുന്നത് കാര്യങ്ങൾ? വേശ്യാലയം പഠിപ്പിക്കാനാണ് വിടുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അത് വേശ്യാലയം പഠിപ്പിക്കണമെന്ന്. ഞാൻ പലപ്പോഴും ക്ലാസ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്ത കോളേജിൽ നിന്ന് കിട്ടിയെങ്കിൽ ഒരു പഠനം, ഇല്ലെങ്കിൽ അത് മാറ്റി വെക്കണം. ഇതെന്താ കിട്ടാതിരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. പിന്നെ മാത്രമല്ല ഞാൻ മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ, എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ, ഞാൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ 25,000 രൂപ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ 55 വയസ്സ് പൂർത്തിയായവർക്ക് 25,000 രൂപ പെൻഷൻ തരും, 30 കിലോ അരിയും തരും, 200 രൂപയുടെ രോഗം മാറണ മരുന്ന് തരും. ഇവിടെ തീർന്നില്ല. പ്രായം കൂടിയവർക്ക് വിത്തുകൾ കുത്തിടാനുള്ള സംവിധാനമാണ്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് പല സാധനത്തിൻ്റെയും വിത്ത് കുത്തിടാൻ. അതിൻ്റെ മുമ്പുള്ളവർക്ക് അത് കളച്ച് നിരത്താനും മറ്റുള്ളവർക്കുള്ള പണി. അതുപോലെ പല ഭാഗങ്ങളിലും പല തരത്തിലുള്ള തൊഴിലിൻ്റെ കമ്പനി വരും. അതായത് 100% ആളുകൾക്ക് ജോലി. അതുപോലെ ഇൻഷുറൻസ് തട്ടിപ്പ് ഏത് അറ്റം വരെ ഉണ്ടെങ്കിലും ശരി, അത് കണ്ടെത്തും. മനസ്സിലായില്ലേ? അതുപോലെ മാത്രമല്ല, കഴിഞ്ഞ 100 വർഷത്തിലധികം നമ്മളെ സർക്കാരിലേക്ക് കിട്ടിയിട്ടുള്ള പൈസയും അതിൻ്റെ ചിലവും അത് എവിടെ ചിലവ് ചെയ്തു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയണം. കാരണം ഇവിടെ ഒരുപാട് കാലമായിട്ട് വിജിലൻസുകാർ ജോലി ചെയ്തിട്ടില്ല. ഒരുപാട് മുഖ്യമന്ത്രിമാർ അത് അവരുടെ കുഴിയൊക്കെ തോണ്ടും ഞാൻ. എന്താ വെച്ചാൽ എനിക്കത് ബോധിപ്പിക്കണം. കാരണം എൻ്റെ നിരപരാധിത്വം പൊതുജനങ്ങളോട് ബോധിപ്പിക്കണം. ഇവിടുത്തെ ലീഗുകാർ കുറ്റം ചെയ്തതിന് ഞാൻ മൂടി വെച്ചിട്ട് പിന്നാലെ കൊണ്ട് കിടക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ലീഗിനെ വിശ്വസിക്കരുത്, CPM-നെ വിശ്വസിക്കരുത്, അവർക്ക് വോട്ട് കൊടുക്കരുത്. ഇപ്പോൾ പിണറായി വിജയൻ ഈ 2 ഭരണം നിങ്ങൾ കൊടുത്തിട്ട് ചെയ്ത് ആകെ ഈ 300 രൂപ വയസ്സന്മാരുടെ പെൻഷനിൽ 1600 കൊടുത്തിട്ടുണ്ട്. അതും പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ല. ഒരു പോലീസ് കേസും ഇവിടെ പരിഗണിച്ചിട്ടില്ല. മൂപ്പർക്ക് ബസ്സിലേക്ക് കയറാൻ കോണി, ഇറങ്ങാൻ കോണി, അല്ലാണ്ട് അമേരിക്കയിലേക്ക് തൂറാൻ പോകാൻ കോണി, പിന്നെ ഏണി എന്നൊഴിച്ച് മറ്റുള്ളതൊന്നും നടത്തിയില്ല. ഇനി നടത്താനും പോകുന്നില്ല. പിന്നെ മകൾക്ക് കുറച്ച് എന്തെങ്കിലും വരുമാനം വേണമല്ലോ, അതിന് ഡെയിലി ഒരു 5 കോടി ഉറുപ്പ്യ കിട്ടാനുള്ള സംവിധാനം അവർക്കും ചെയ്തു കൊടുത്തു. അതുപോലെ പിന്നെ പാവപ്പെട്ടവനാ മരുവൻ ആ റോഡിൻ്റെ ഫണ്ട് ഫുള്ളായിട്ട് മുക്കാളും കൊടുത്തു. അത്രേ കൊടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് വല്ലാതെ ഒന്നും കൊടുത്തില്ല. അങ്ങനെ കൊടുക്കൂല. മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞാൽ തൊഴിലാളികളുടെ പാർട്ടിയാണ് കേട്ടോ, നിങ്ങളൊന്നും വിചാരിക്കണ്ട. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കരുതണം. അതായത് കൊറോണ വൈറസ് ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ ഇവർക്ക് ഇവിടുത്തെ മുസ്ലിങ്ങളെ കൊല്ലാനുള്ള അജണ്ട ഉണ്ടായിരുന്നു. അത് അരുവാൾ സുന്നി മൈലിയാരും കേൾക്കണം. അതായത് ലോകരാജ്യത്തുള്ള മുസ്ലിങ്ങളെ കൊല്ലാനുള്ള, അല്ലെങ്കിൽ നല്ലൊരു ഭാഗം സത്യസന്ധത ഉപയോഗിക്കുന്ന നസറാണികളെ കൊല്ലാനുള്ള അജണ്ട ഉണ്ടായിരുന്നു. എതിരെ കൊറോണ വൈറസ് കൊടുക്കുന്നത്. ഞാൻ അതിന് മരുന്ന് കണ്ടുപിടിച്ചാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. മാത്രമല്ല, ഞാൻ ഒരാളുടെ ഒരു വാക്കിനും വഴങ്ങില്ല. അതും അവർക്ക് പറ്റി.
അത് അരിവാൾ സുന്നി മൈലിയർ കേൾക്കണം. കാര്യങ്ങൾ പറയുമ്പോൾ വിശദമാക്കിയിട്ട് വേണം പറയാൻ, അല്ലെങ്കിൽ പണി പാടും, അതിൻ്റെ വഴിയിൽ പോകും. ഇവർക്ക് അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നാമ്പറായിരുന്നു. ഒരു രോഗമില്ലാത്ത നിങ്ങളെ കൊണ്ടുപോയിട്ട് ക്വാറൻറ്റീനാണ്, എന്നിട്ട് പിന്നെ കൊറോണ വൈറസിന് ഇവിടെ കയറ്റണം അവിടെ കയറ്റണം. അതായത് ഇവർ സൂചിക്ക് 30 ലക്ഷം വേണം, 50 ലക്ഷം വേണം, എന്നിട്ട് കഞ്ഞിലുള്ള കുത്തിവെക്കലൊക്കെ അതിലെ അവർ ചെയ്തിരുന്നു. നിങ്ങളെ പറ്റിക്കായിരുന്നു, നല്ല കൂളായിട്ട് പറ്റിക്കുക. ഇപ്പോഴും അതിൻ്റെ ഇതും കൊണ്ടിരിക്കണം. മുമ്പ് തന്നെയാണ്. ആ ചികിത്സാ ഇൻഷുറൻസ് ഫുള്ളായിട്ട് ഇതുപോലെ തട്ടിപ്പാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചികിത്സാ ഇൻഷുറൻസ് കൊടുക്കരുത്. കാരണം അതതിൻ്റെ യോഗ്യത കണക്കാക്കണം. ഇപ്പം പിന്നെ ഓൺലൈനിൽ കൂടെ ഒരുപാട് ആളുകൾ ചികിത്സക്ക് പണമില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അവരൊക്കെ നിങ്ങളൊന്ന് വിളിച്ചിട്ട് നോക്കി. നിങ്ങൾ ആരും അറിയാത്ത മാതിരി നിങ്ങൾ അവരോടൊന്ന് വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾക്ക് മരുന്ന് തരാമെന്ന് പറയും. അപ്പോൾ ഓൽക്ക് പറയും പൈസ മതിയെന്ന്. മരുന്ന് തരാമെന്ന്, ഈ രോഗം മാറ്റി തരാമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. അവർ പൈസ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ പൈസ മതി എന്ന് പറയാനുള്ള അർത്ഥം എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മുഴുവൻ തട്ടിപ്പാണ്. അതായത് സെമിയർ കുന്നമംഗലത്തിനൊക്കെ ഇതിന് നല്ല പങ്ക് വരുന്നുണ്ട്. ശതമാനക്കണക്കിലാണ് അവർ നോക്കുക. അതായത് മറ്റവർക്ക് ചൂണ്ടന്മാരായിട്ട് മീൻ പിടിച്ചാലില്ലേ, ചൂണ്ടക്കാരനൊരു ഭാഗം, അതിൻ്റെ ഇര കുളച്ചവന് വേറൊരു ഭാഗം, മറ്റവന് വേറൊരു ഭാഗം, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളെ സഹായിക്കാനും എല്ലാ ഇവിടെയുള്ള സംവിധാനങ്ങളൊന്നും നിങ്ങളത് കണക്കൂടണ്ട. ഒരു മെഡിക്കൽ സംവിധാനത്തിന് നിങ്ങൾ പോരുത്. പിന്നെ ഒരു കാര്യം, മജ്ജ പഴുത്തതിനൊന്നും ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സ്കാനിങ്ങും IC യൂണിറ്റ് മുഴുവൻ തട്ടിപ്പാണെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ, മനസ്സിലേ? ഇവിടെ പകരം മരുന്ന് ചെയ്യാൻ ഞാനുണ്ട് ഇവിടെ. അതായത് 10 ദിവസത്തെ മരുന്ന് കഴിച്ച് നിർത്തിയാൽ പിന്നെ 70 കൊല്ലം വരേക്ക് നിങ്ങൾ മരുന്ന് കഴിക്കണ്ട, നല്ല ആരോഗ്യത്തോടു കൂടെ ജീവിക്കുകയും ചെയ്യാം. ജലദോഷം പനിയും വരും കേട്ടോ, അതിൻ്റെ പരിധിയിലല്ല. അതിന് 2 ദിവസം മരുന്ന് എന്തായാലും കഴിക്കണം, മനസ്സിലായില്ലേ? 2 ദിവസം മരുന്ന് പറഞ്ഞാൽ എൻ്റെ മരുന്നായാലും വേണം. 2 ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസം ഫുള്ളായിട്ടൊന്നും വേണ്ട. പിന്നെ ഇതുപോലെ ഒരു 2-3 സ്പൂണ് ഇപ്പോഴും കുറച്ച് കഴിഞ്ഞിട്ടും, അതുപോലെ നാളെ, അതോടുകൂടി തീർന്നു. അത്രയേ ഉള്ളൂ. അതിന് നിങ്ങൾ മറ്റുള്ളവരൊന്നും ആക്കണ്ട. അപ്പോൾ ശ്വാസകോശം, ചീരാപ്പും മറ്റുള്ളതൊക്കെ ക്ലിയറാവും. അപ്പം ഞാൻ കരലോക വിദഗ്ധനാണ്. ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ്. പൊതുജനങ്ങളുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയാതിരുന്നാൽ നമുക്കൊരു സുഖം കിട്ടില്ല. അപ്പോൾ പിന്നെ ഗൾഫിൽ നിന്ന് ആരെങ്കിലും ഗൾഫ് മലയാളികൾ ഇൻഷൂറിൽ പൈസ കൊടുത്തു, അല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾ പിന്നെ നിക്ഷേപം എന്നൊന്നും പറയരുത്. നിങ്ങളുടെ നിക്ഷേപം എല്ലാ ഗൾഫ് മലയാളികളും കണക്കാക്കണം. നിങ്ങളുടെ നിക്ഷേപം നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിലേക്ക്. ആര് ചത്താലും 1 രൂപ കൊടുക്കരുത്. നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ നിങ്ങൾ സ്വത്ത് വാങ്ങിക്കരുത്, മനസ്സിലായില്ലേ? നിങ്ങളുടെ മക്കൾ നേരിട്ട് ചെയ്യരുത്. അങ്ങനെ നേരിട്ട് കല്യാണം കഴിക്കാനും മറ്റുള്ളതൊന്നും നിൽക്കരുത്. അത് നിങ്ങൾ നേരിട്ട് കൊണ്ടുപോയി നിന്ന് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആ ഭർത്താവിനെ കുറിച്ച് അന്വേഷിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അവൾക്ക് വിട്ടുകൊടുക്കുക. ഒരു പൈസ ധനസഹായം കൊടുക്കരുത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് തട്ടിപ്പ് കേന്ദ്രങ്ങളാണ്. ഇപ്പോൾ നിങ്ങളുടെ പെൺകുട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കല്യാണം കഴിച്ച് പോയവരൊക്കെ മാതാപിതാക്കളെ അഴുക്കുചാലിലിട്ട് കൊന്നിരിക്കുകയാണ്. ചിലവർ വൃദ്ധസദനത്തിൽ വിട്ടിരിക്കുക. അതായത് 70 കൊല്ലം ജോലി ചെയ്തവരൊക്കെ ഇത്തരത്തിലായിട്ടുണ്ട്. ഗൾഫ് മലയാളികളോടാണ് ഞാൻ പറയുന്നത്. ഇത് വെറുതെ പറഞ്ഞൊന്നുമല്ല, മനസ്സിലായില്ലേ? ഒരു കാലത്ത് അവർ ബുദ്ധിമുട്ടും. ഒരു കാര്യം കൂടി ഞാൻ പറയാം. കാരണം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഒരു കയ്യിൻ്റെ ചൂടറിയാനും മനസ്സിൻ്റെ ചൂടറിയാനും അതിൻ്റെ സ്നേഹം അറിയാനും നിൽക്കുന്നുണ്ട്. ഒരു മിഠായി, ഒരു ചീത്ത പറയൽ, ഒരടി, ഇതിനൊക്കെ അവർ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് ഇത് നിക്ഷേപിച്ച് നിങ്ങൾ എന്തോ കരകം മാന്താൻ പോയിട്ട് ഇവിടെ ഒരു മനഃപൂർവ്വം ആവില്ല. നിങ്ങൾ സ്വന്തം നാട്ടിൽ സ്വന്തം ആളുകളെ കൊണ്ട് ശരിയാക്കുക. ഇത് ഒരു മുസ്ലിം ഈ ലോകത്ത് പറയാത്താണ്. സ്വന്തം നാട്ടിൽ സ്വന്തം ചുറ്റുപാടിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഒരു ജോലിക്ക് സാധ്യത ഉള്ളത് കൊണ്ടുവരണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട പണി. എന്നിട്ട് അതിൽ മാന്യമായിട്ട് നിർത്തണം. ആദ്യം വായ മൂടണം. വായ മൂടിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം കാര്യങ്ങൾ പറയണം. നിങ്ങൾ ലോകം കണ്ട വർത്താനൊന്നും നിങ്ങൾ പറയണ്ട. അതിന് ലോകം കണ്ട ആളുകൾ ഞങ്ങളെ പോലുള്ളവരൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? ഞങ്ങൾ കണ്ടതിന് മറുസൈഡ് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഇതുപോലെ മുൻപായിരുന്നിട്ടുള്ള ഒരു രാഷ്ട്രപതിയെ കൊണ്ട് പറ്റിയില്ല. മൈക്കൽ ജാക്സൺ നിങ്ങൾ കേട്ടിട്ടില്ലേ? അയാളെ എല്ലാ വളവും തീർന്നു. അതുപോലെ ഉള്ളവരുടെ വളവ് കംപ്ലീറ്റ് തീർന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വ്യായാമം നിങ്ങളെ കൊല്ലാനുള്ളതാണ്. നിങ്ങളുടെ ബ്ലഡ് അടിച്ച് കയറുമ്പോൾ വിയർത്തിട്ട് വെള്ളം പറ്റും. അപ്പോൾ അത് കട്ടയാവും. അത്രയും മതി, മനസ്സിലായില്ലേ? നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഈ പറയുന്നതൊക്കെ നിങ്ങളോട് തന്നെയാണ് എന്ന്. ലോകം മാറണമെങ്കിൽ അതിൻ്റെ മരുന്ന് നോക്കണം. അത് തരാൻ ഇവിടുത്തെ റാസി സമ്മതിക്കില്ല, VKP പാർട്ടി സമ്മതിക്കില്ല.
അതുപോലെ അതിൻ്റെ കുറച്ച് കഥാക്കളുണ്ട്. കാരണം നിങ്ങൾ പിന്നെ എക്സ്റേ ECG എടുക്കുമ്പോൾ അവർക്ക് എത്ര ശതമാനം എന്ന് പറഞ്ഞാൽ അവരുടെ പോക്കറ്റിലേക്ക് വരണുണ്ടാവും, അല്ലാണ്ട് ഇതൊന്നും അവർ ചെയ്യില്ല. ഒരു മരുന്നും കണ്ടുപിടിച്ച ഡോക്ടർമാർ ഇവിടെ ഈ ലോകത്തില്ല. വെറുതെ നിങ്ങൾ അവരുടെ അടുത്ത് 10,000 ആൾക്കാർ ചെക്കിങ്ങിന് ഇതിൽ യാതൊരു കാര്യമില്ല. നിങ്ങൾ ചാവാനാ പോണത്, നിങ്ങൾ മൊത്തം ചാവാനാ പോണത്. ഏത് ഡോക്ടറെ അടുത്ത് നിങ്ങൾ ചെന്നോ നിങ്ങൾ ചാവാനാ പോണ്. അതിന് വേറെ ഒരു സംശയമില്ല. നിങ്ങൾക്ക് വിവരമില്ല. മാനസിക രോഗം നിങ്ങളുണ്ട്. ഇവിടുത്തെ ലീഗുകാർക്ക് ഫുള്ളായിട്ട് മാനസിക രോഗികളാണ്. ഇവിടുത്തെ CPM ഫുള്ള് മാനസിക രോഗം. ഏതാണെന്ന് നിങ്ങളൊന്ന് സംസാരിക്കുക. എൻ്റെ പേര് നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കും. എൻ്റെ പേരൊന്ന് ചോദിച്ചു നോക്കുക. അവർ മാനസിക രോഗം എങ്ങനെ വരണമെന്ന് അവർ നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ മറ്റവനെ നടക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ തടുത്ത് വെച്ചാൽ നിൽക്കില്ല, അതതിൻ്റെ വഴിയിലേക്ക് പോകും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നടക്കുന്നൊരു കാര്യം, ഇരിക്കുന്നൊരു കാര്യം നമ്മളെ കൊണ്ട് നടത്താൻ പറ്റില്ല. നടത്തുന്നൊരു കാര്യം ഇരുത്താനും പറ്റില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ഡെയിലി നേരം വെളുക്കുന്ന വൈകുന്നേരം ആവണം. നിങ്ങളൊരാളൊന്ന് പിടിച്ചേച്ച് അത് ശരിയാക്കാൻ നടക്കില്ല. അതുപോലെ തന്നെ ഇരുട്ടാവുന്നൊന്ന് പിടിച്ചിട്ടൊന്ന് വെളിച്ചാക്കി അതിനും കഴിയില്ല. അപ്പോൾ പ്രകൃതി നിങ്ങൾ ആരെങ്കിലും ജീവിക്കുന്ന ഒരു കാര്യം നോക്കി അതിനും നിങ്ങളെ കൊണ്ട് നിർത്താൻ കഴിയില്ല. അപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊന്നും നിർത്താൻ കഴിയില്ല, ഇരുത്താൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഭക്ഷണം ഉണ്ട്. അതുപോലെ തന്നെ ഡെയിലി മരുന്ന് വേണ്ട. ഒരു രോഗം വരുമ്പോൾ 1-2 ദിവസം മരുന്ന് അത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ അതോടുകൂടെ ചാവും. നീരിക്കെട്ടിൻ്റെ കംപ്ലൈൻ്റാണ്, കരളിൻ്റെ കംപ്ലൈൻ്റാണ്, അതുപോലെ മജ്ജ പഴുക്കുന്നതിൻ്റെ കംപ്ലൈൻ്റാണ് ഈ കാണുന്നത്. മനസ്സിലായില്ലേ?